ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലോർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 34 രാമായണ കഥை. ശ്ലോകം 1. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേ ശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ധ്രീഷ്വഭിതിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമധ ഭരതേനാപി ശത്രുഘ്നനാംനാ. ഗീർവാണൈഃ അർത്ഥ്യമാനഃ ദശമുഖ നിധനം കോസലേഷു ഹൃഷ്യശൃംഗേ പുത്രീയാം ഇഷ്ടിം ഇഷ്ട്വാ ദദുഷി ദശരഥ ക്ഷ്മാ ഭൃതേ പായസ അഗ്ര്യം തത് ഭുക്ത്യാ തത് പുരന്ധ്രീഷു അഭി തിസൃഷു സമം ജാത ഗർഭാസു ജാതഃ രാമഃ ത്വം ലക്ഷ്മണേന സ്വയം അധ ഭരതേന അഭി ശത്രുഘ്ന നാംനാ. ത്വം ഗീർവാണൈഃ ദശമുഖനിധനം അർത്ഥ്യമാനഃ. நீர் தேவர்களால் ராவண வதத்திற்காக பிரார்த்தித்ததின் பலமாக கோசலேஷு ഋഷ്യശൃംഗേ പുത്രിയാം ഇഷ്ടിം ഇഷ്ടുവാ. അയോധ്യയിൽ വിഭണ്ഡകപുത്രനാன ഋഷ്യശൃംഗ മഹർഷി പുത്രകാമേഷ്ടി യാഗം ചെയ്ത് ദശരഥ ക്ഷമാഭൃതേ പായസാഗ്രം ദദുഷി. ദശരഥർക്ക് വിശേഷപ്പെട്ട പായസം അളിക്കപ്പെട്ടത്. തദ്ഭുക്ത്യ തത്പുരന്ധ്രീഷു തിദൃഷു അഭിസമം ജാതഗർഭാസു. അത് ഭക്ഷിത്ത് അവരുடைய പത്നിമാർകളിൽ 3 പേരും ഒരേ സമയം കരുത്തരിത്താர்கள். അത ലക്ഷ്മണേന ഭരതേന ശത്രുഘ്നനാമന അഭി സ്വയം രാമഃ ജാതഃ. തുടർന്ന് ലക്ഷ്മണനുടനും ഭരത ശത്രുഘ്നനുടനും നീ ശ്രീരാമനാக அவதாரம் செய்தருளினீர். மங்களமான நீர் தேவர்களால் ராவண வதத்திற்காக பிரார்த்தித்ததின் பலமாக கோசலத்தில் ഋഷ്യശൃംഗ முனிவர் புத்திரகாமேஷ்டியை செய்தார். ദശരഥ മന്നരിடம் சிறப்பான பாயசம் அளிக்கப்பட்டது. அதை சாப்பிட்டு ஒரே சமயத்தில் கருத்தரித்த 3 மனைவிகளிடத்திலும் ലക്ഷ്മണനുടനും ഭരത ശത്രുഘ്നനുടനും നീർ ശ്രീരാമനാക അവതാരം ചെയ്തരുളിനീർ. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേ ഋഷ്യശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ധ്രീഷ്വഭിതിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമധ ഭരതേനാപി ശത്രുഘ്നനാംനാ. ശ്ലോകം 2. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിദും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താദവാചാ മുനികഥിതമനുദ്വന്ദ്വശാന്താധ്വഖേദാ നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാത്താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം. കോദണ്ഡി കൗശികസ്യ ക്രതുവരം അവിതും ലക്ഷ്മണേന അനുയാതഃ
യാതഃ അഭൂः താത വാചാ മുനി കഥിത മനു ദ്വന്ദ്വ ശാന്ത അധ്വ ഖേദഃ നൃണാം ത്രാണായ ബാണൈഃ മുനി വചന ബലാത് താടകാം പാടയിത്വാ ലബ്ധ്വാ അസ്മാത് അസ്ത്രജാലം മുനി വനം അഗമഃ ദേവ സിദ്ധാശ്രമ ആഖ്യം. ഹേ ദേവ ത്വം താതവാച കൗശികസ്യ ക്രതുവരം അവിതും. பகவானே, தந்தையின் கட்டளையின்படி விஸ்வாமித்ரனுடைய யாகத்தை ரட்சிப்பதற்காக கோதண்டி லக்ஷ்மணனேன അനുയാതഃ യാതഃ അഭൂഹു. വില്ലും ധരിത്ത് ലക്ഷ്മണനോട് കൂടി പുറപ്പെട്ട് മുനി കഥിത മനു ദ്വന്ദ്വശാന്ത അധ്വഖേദഃ. വിശ്വാമിത്ര മുനി ഉപദേശിത്ത பல அதிபல என்ற 2 மந்திரங்களுடைய சக்தியினால் வழியில் களைப்பு நீங்கியவராகிவிட்டீர். நிருணாம் த்ராணாய முனிவச்சன பலாத் ബാണൈഹി താടകാം പാടയിത്വാ. മനിത രക്ഷയ്ക്കായി മഹർഷിயின் കട്ടളയാൽ ശരങ്ങളാൽ താടകയെ നിഗ്രഹിത്ത് അസ്മാത് അസ്ത്രജാലം ലബ്ധ്വാ സിദ്ധാശ്രമാഖ്യം മുനിവനം അഗമഹ. മുനിവരാൽ പല അസ്ത്രമന്ത്രങ്ങളെ ഉപദേശിക്കപ്പെട്ട് அதை സ്വീകരിത്ത് சித்தாசிரமம் என்று பெயர் பெற்ற அந்த முனிவருடைய தபோவனத்தில் வந்து சேர்ந்தேர். தேவதேவா, தந்தையின் கட்டளைப்படி விஸ்வாமித்திரருடைய யாக சம்ரட்சணத்திற்காக வில்லேந்தி லக்ஷ்மணர் பின்தொடர செய்தீர். விஸ்வாமித்திரர் உபதேசித்த பலா அதிபலா என்ற 2 மந்திரங்களால் வழியில் களப்பே நீங்கியவரானர். முனிவரின் உபதேசத்தால் தாடகையை வதம் செய்து அவரால் பல அஸ்திர மந்திரங்களை உபதேசிக்கப்பெற்று சித்தாசிரமம் என்ற பெயர் பெற்ற அம்முனிவருடைய தபோவனத்தை அடைந்தவரானீர். കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിദും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താദവാചാ മുനികഥിതമനുദ്വന്ദ്വശാന്താധ്വഖേദാ നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാത്താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവ സിദ്ധാശ്രമാഖ്യം. ശ്ലോകം 3. മാരീജം ദ്രാവയിത്വാ മഖശിരസി ശരൈരന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പഥിപദരജസാ പ്രാപ്യ വൈദേഹഗേഹം ഭിന്ദാനശ്ചാന്ദ്രചൂഡം ധനുരവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠധാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈ സദാരൈ. മാരീജം ദ്രാവയിത്വാ മഖ ശിരസി ശരൈഃ അന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവൻ അഹല്യാം പഥി പദ രജസാ പ്രാപ്യ വൈദേഹ ഗേഹം ഭിന്ദാനഃ ചാന്ദ്രചൂഡം ധനുഃ അവനി സുതാം ഇന്ദിരാം ഏവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാഃ ത്വം ത്രിഭിഃ അപി ച സമം ഭ്രാതൃവീരൈഃ സദാരൈഃ. ത്വം മഖശിരസി ശരൈഃ മാരീജം ദ്രാവയിത്വാ. നീർ യാഗാരംഭത്തിൽ ശരങ്ങളാൽ മാരീചനെ തുരത്തിവിട്ട് അന്യരക്ഷാംസി നിഘ്നൻ
മറ്റ രാക്ഷസന്മാർകളെ നിഗ്രഹിത്തീർ. പതി പദരജസ അഹല്യാം കല്യാം കുർവൻ. വഴിയിൽ പാദധൂളിയാൽ അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിവിട്ട് വൈദേഹഗേഹം പ്രാപ്യ ചാന്ദ്രചൂടം ധനുഹു ബിന്ദാനക. മിഥില രാജധാനിയെ അടൈந்து ശിവധനുസை മുറിത്ത് ഇന്ദിരാം ഏവ അവനിസുതാം ലബ്ധ്വാ. ഭൂമിദേവിயின் പെണ്ണാക അവതരിത്ത സീതാദേവിയെ പാണിഗ്രഹണം ചെയ്ത് സദാരൈഹി ത്രിഭിഹി ഭ്രാതുർവീരൈഹി ച സമം രാജ്യം പ്രാതിഷ്ഠതാഹ. മനേവയുடன் കൂടിയ 3 സഹോദരികളുடன் കൂടി രാജ്യത്തിற்கு திரும்பிவிட்டீர். യാഗ ആരംഭത്തിൽ ബാണങ്ങളാൽ മാരീചനെ തുരത്തിവിട്ട് മற்ற അസുരർകളെ കൊണ്ടുവിട്ട് വഴിയിൽ പാദധൂളിയാൽ അഹല്യാവെ തൂய்மைப்படுத்திவிட்டு ജനകരിൻ அரண்மனையை அடைந்து ശിവധനുസை മുറിത്ത് ഭൂമാദേവിயின் പെണ്ണാக അവതരിத்த സീതാദേവിയെ മണந்து മനേവകളുடன் കൂടിയ വീരர்களான 3 സഹോദരர்களுடன் രാജ്യത്തിற்கு திரும்பி പുറപ്പെട്ടു വിട്ടീർ. മാരീജം ദ്രാവയിത്വാ മഖശിരസി ശരൈരന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പതിപദരജസാ പ്രാപ്യ വൈദേഹഗേഹം ഭിന്ദാനശ്ചാന്ദ്രചൂഡം ധനുരവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠധാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈ സദാരൈ. ശ്ലോകം 4. ആരുന്ധാനേരുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാദേയാദോസ്യ യോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ. ശത്രുഘ്നേനൈകദാഥോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താദാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാധീശപുത്ര്യാ. ആരുന്ധാനേ രുഷാ അന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജഃ യാദേ യാദഃ അസി അയോധ്യാം സുഖം ഇഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ. ശത്രുഘ്നേന ഏകദാ അധോ ഗതവതി ഭരതേ മാതുലസ്യ അധിവാസം താത ആരബ്ധഃ അഭിഷേകഃ തവ കില വിഹതഃ കേകയ അധീശ പുത്ര്യാ. രുഷാ അന്തേ ഭൃഗുകുലതിലകേ ആരുന്ധാനെ സ്വതേജഃ സംക്രമയ്യ യാദേ. പരശുരാമൻ കോപത്താൽ புத்தியிழந்து உம்மை வழிமறித்து தம்முடைய வைஷ்ணவ தேஜஸை உம்மிடம் அர்ப்பித்துவிட்டு திரும்பி அயோத்தியாம் யாதக அசி. நீர் அயோத்தியில் திரும்பி விட்டீர். ஹே காந்தமூர்த்தே துவம் இக காந்தயா சுகம் நிவசன் அசி. சுந்தரமான வடிவை படைத்தவனே, நீங்கள் அழகான மனைவியுடன் இன்புற்று வாழ்ந்து வந்தீர். அத ஏகதா ഭരതേ ശത്രുഘ്നേന മാതുലസ്യ അധിവാസം ഗതവതി. அப்பொழுது ஒரு நாள் பரதன் சத்ருக்கனன் 2 பேரும் மாமா வீட்டிற்கு போயிருந்த சமயம் தாதாரப்தக தவ அபிஷேகः கேகயாதீசபுத்ரியாக விஹதக கிலா. உமது தந்தை ஆரம்பித்த உம்முடைய பட்டாபிஷேகம் தசரத ராஜா மனைவியான கைகேகியான் தடையப்பட்டு நின்று போய்விட்டது. சுந்தர சரீரா
பிறகு பரசுராமன் கோபத்தால் அறிவிழுந்து உம்மை வழிமறித்து தம்முடைய வைஷ்ணவ தேஜஸை உம்மிடம் அர்ப்பித்து விட்டு போன பிறகு நீர் அயோத்தியை அடைந்தவரானீர். அழகிய ரூபத்தில் இருக்கிற பகவானே, அழகான மனைவியுடன் இன்புற்று வாழ்ந்தீர். அப்பொழுது ஒரு நாள் பரதன் சத்ருக்கனனுடன் மாமா வீட்டிற்கு போயிருந்த சமயம் உமது தந்தை ஆரம்பித்த உம்முடைய பட்டாபிஷேகம் மனைவியான கைகேகியினால் தடையப்பட்டு நின்று போய்விட்டது. ആരുന്ധാനേരുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാദേ യാദോസ്യയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താദാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാധീശപുത്ര്യാ. ശ്ലോകം 5. താദോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതശ്ചാപധാര പൗരാനാരുധ്യ മാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരി നാവാസന്ദീര്യ ഗംഗാമധിപദവി പുനസ്തംഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോരതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ. താത ഉക്ത്യ യാതു കാമഃ വനം അനുജ വധൂ സംയുതഃ ചാപധാരഃ പൗരാൻ ആരുധ്യ മാർഗേ ഗുഹ നിലയ ഗതഃ ത്വം ജടാചീരധാരി നാവാ സന്ദീര്യ ഗംഗാം അധിപദവി പുനഃ തം ഭരദ്വാജം ആരാത് നത്വാ തത് വാക്യഹേതോഃ അതിസുഖം അവസഃ ചിത്രകൂടേ ഗിരീന്ദ്രേ. ത്വം താദോക്ത്യ അനുജവധൂ സംയുതഃ ചാപധാരഃ വനം യാതുകാമഃ. நீர் பிதாவின் சொற்படி கையில் வில்லேந்தி தம்பியுடனும் மனைவியுடனும் வனத்திற்கு சென்றீர். மார்கே பௌரான் ஆருத்ய குஹநிலையகதகா. കൂടെ വന്ന നഗരമക്കളെ திரும்பி போக செய்துவிட்டு குகனுடைய இடத்தை அடைந்தீர். ஜடாச்சீரதாரி நாவா கங்காம் சந்தீர்யா. மரவுரியுடன் ஜடையை தரித்து தோணி வழி கங்கை கடந்தீர். புனக அதிபதவி ஆராத்வம் பரத்வாஜம் நத்வா. பிறகு வழியில் அருகிலிருந்த பரத்வாஜ மகர்ஷியை கண்டு வந்தெத்தீர். ത്വദ്വാക്യഹേതോഃ ഗിരീന്ദ്രേ ചിത്രകൂടേ அதிசுகம் அவசகா. மகர்ஷியின் உபதேசத்தால் சித்திரகூடம் என்ற பெரிய மலையில் சென்று அங்கு மிகவும் இன்பத்துடன் வசித்து வந்தீர். பிதாவின் சொற்படி கையில் வில்லை ஏந்தி தம்பியுடனும் மனைவியுடனும் வனத்திற்கு செல்ல விரும்பிய நீர் வழியில் கூட வந்த மக்களை திரும்பி போக செய்துவிட்டு குகனுடைய இடத்தை அடைந்தீர். மரவுரியுடன் ஜடையும் தரித்து படகால் கங்கையை கடந்து வழியில் அருகிலிருந்த பரத்வாஜரை வணங்கி அவருடைய சொற்படி சித்திரகூட மலைக்கு சென்று அங்கு மிகவும் இன்பத்துடன் வசித்து வந்தீர். താദോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതശ്ചാപധാര പൗരാനാരുധ്യ മാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരി നാവാസന്ദീര്യ ഗംഗാമധിപദവി പുനസ്തംഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോരതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ. ശ്ലോകം 6.
ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാദം സ്വതാദം തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാധ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയശ്ചാരുഭോശാരഭംഗീ ശ്രുത്വാ പുത്ര ആർത്തി ഖിന്നം ഖലു ഭരത മുഖാദ് സ്വർഗയാദം സ്വതാദം തപ്തഃ ദത്വാ അംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാ അധ ഗത്വാ വനം അതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിം അകലയഃ ചാരു ഭോः ശാരഭംഗീം. ത്വം ഭരതമുഖാത് സ്വതാദം പുത്രാർത്തിഖിന്നം ഖലു സ്വർഗയാദം ശ്രുത്വാ തപ്തഃ. உமது பிதா புத்திரன் பிரிந்து போனதினால் துக்கமடைந்து சொர்க்கம் பிராபித்ததை பரதன் மூலமாக தெரிந்து தஸ்மை அம்புதத்வா பரதே பாதுகம் மேதினியும் ச நிததிதா. தந்தையின் ஆத்மாவுக்கு தர்ப்பணம் செய்துவிட்டு பரதனிடத்தில் பாதுகையையும் பூமியையும் ஒப்படைத்துவிட்டு அத்த அத்ரிம் நத்வா அனந்தரம் அத்ரி மகர்ஷியை பார்த்து வணங்கினீர். அதிவிபுலம் தண்டகம் வனம் கத்வா அங்கிருந்து மிக விஸ்தாரமான தண்டகவனத்திற்கு புகுந்தீர். சண்டகாயம் விராதம் தைத்தியம் ஹத்வா பயங்கரமான சரீரம் படைத்த விராதன் என்ற ராட்சசனை கொன்று போ சாரபங்கியும் சுகதியும் சாரு அகலயகா விபோ பிறகு சாரங்கமுனியின் ஆசிரமத்துக்கு சென்று அவருக்கு மோட்சத்தை அளித்தீர். பிதா புத்திரன் பிரிந்து போனதினால் துக்கமடைந்து சொர்க்கம் பிராபித்ததை பரதன் சொல்லி தெரிந்து தவித்து தந்தையின் ஆத்மாவிற்கு தர்ப்பணம் செய்துவிட்டு பரதனிடத்தில் பாதுகையையும் பூமியையும் ஒப்படைத்தீர். பிறகு அத்ரிமுனிவரை வணங்கிவிட்டு மிக விஸ்தாரமான தண்டகவனத்திற்கு புகுந்து பயங்கரமான சரீரம் படைத்த விராதன் என்ற ராட்சசனை கொன்று ஷாருங்கமுனியின் ஆசிரமத்திற்கு சென்று அவருக்கு உரியதான மோட்சத்தை கொடுத்தருளினீர். ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാദം സ്വതാദം തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാധ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയശ്ചാരുഭോശാരഭംഗീ. ശ്ലോകം 7. നത്വാഗസ്ത്യം സമസ്താശരനികരസപത്രാകൃതിം താപസേഭ്യ പ്രത്യസ്രൗഷീ പ്രിയൈഷീ തദനു ച മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാഭിദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാദ്ഗോദാതടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാ. നത്വാ അഗസ്ത്യം സമസ്ത ആശര നികര സപത്രാകൃതിം താപസേഭ്യഃ പ്രത്യസ്രൗഷീഃ പ്രിയൈഷീ തദനു ച മുനിനാ
വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ച അഭി ദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയഃ ജടായും മോദാത് ഗോദാ തട അന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാ. ത്വം അഗസ്ത്യം നത്വാ. നീർപ്പിറക് അഗസ്ത്യ മഹർഷിയെ കൈവണങ്ങി. താപസേഭ്യഃ പ്രിയർഷി. തപസ്വികൾക്ക് പ്രിയത്തെ ചെയ്യ വിരുമ്പിയ നീർ. സമസ്താശര നികരസപത്രാകൃതിം പ്രത്യസ്രൗഷീഹി. എല്ലാ രാക്ഷസക്കൂട്ടങ്ങളെയും നിഗ്രഹം ചെയ്വதாக പ്രതിജ്ഞ ചെയ്ത് തദനു മുനീന വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ച അഭിദത്തേ. തുടർന്ന് മഹർഷി നൽകിയ വൈഷ്ണവധനുസ്സും ബ്രഹ്മാസ്ത്ര മന്ത്രോപദേശത്തെയും സ്വീകരിത്ത് പതി ഭൂയം പിതൃസുഹൃദം ജടായും വീക്ഷ്യ. വഴിയിൽ തന്തയുടയ പ്രിയ സുഹൃത്താന ജടായുവേയും പാർത്ത് മോദാത് ഗോദാതടാന്തെ പഞ്ചവട്യാം വധൂട്യാം പുരാ പരിരമസി. മகிழ்ச்சியுடன் ഗോദാവരി തീരത്തിൽ പഞ്ചവടിയിൽ സീതയുடன் രസിത്ത് വാഴ്ന്നു വந்தீர். നത്വാഗസ്ത്യം സമസ്താശരനികരസപത്രാകൃതിം താപസേഭ്യഃ പ്രത്യസ്രൗഷീ പ്രിയൈഷീ തദനു ച മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാഭിദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാദ്ഗോദാതടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാ. ശ്ലോകം 8. പ്രാപ്തായാ ശൂർപ്പണഖ്യാ മദനചലധൃതേരർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാം രുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുധസമധികാൻ തൽക്ഷണാദക്ഷതോഷ്മാം. പ്രാപ്തായാഃ ശൂർപ്പണഖ്യാഃ മദന ചല ധൃതേഃ അർത്ഥനൈഃ നിസ്സഹ ആത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമ രുഷാ തേന നിർലൂന നാസാം ദൃഷ്ട്വാ ഏനം രുഷ്ടചിത്തം ഖരം അഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീഹി ആശരാൻ അഭി അയുധ സമധികാൻ തത് ക്ഷണാത് അക്ഷത ഊഷ്മാ. അക്ഷതോഷ്മാ ത്വം. തളരാமல் പൗരുഷം நிறைந்த நீர். മദനചലധൃതേ പ്രാപ്തായാഃ ശൂർപ്പണാഖ്യാഃ അർത്ഥനൈഃ നിസ്സഹാത്മാ. കാമവികാരത്താൽ ബുദ്ധി കെട്ടുവന്ന ശൂർപ്പണഖിயின் വേണ്ടുதலை കേട്ട് സഹിക്ക മുടിയാமல் താം സൗമിത്രോ വിസൃജ്യ. അവളെ ലക്ഷ്മണൻ പക്കം ചൊല്ലി അനുപ്പിനീർ. പ്രബലതമരുഷാ തേന നിർലൂനനാസാം. ലക്ഷ്മണൻ കോപം വന്ന് അവളുடைய മൂക്കെ അറുത്താൻ. ഏനാം ദൃഷ്ട്വാ ഹൃഷ്ടചിത്തം അഭിപതിതം ഖരം ദൂഷണം ത്രിമൂർധം ച. വികൃതமான അവളെ കണ്ട് കോപിത്ത് എതിർത്ത് വന്ന ഖരദൂഷണ ത്രിശിരസുകളെയും അയുധ സമധികാൻ അസരാൻ അഭി
தக்ஷணாத் വ്യാഹിംസീഹി. 10,000க்கும் മേലെ അധികமான രാക്ഷസന്മാരെയും അന്തക്ഷണത്തിലേയെ കൊன்று കളയുകയും ചെയ്ത്. വീര്യം പടൈത്തവരെ കാമവികാരത്താൽ ബുദ്ധി കെട്ടുവന്ന ശൂർപ്പണകിൻ വേണ്ടുതലെ പൊറുക്ക മാട്ടാமல் നീർ അവളെ ലക്ഷ്മണനിடம் വിട്ട പിൻ ലക്ഷ്മണൻ കടും കോപത്തിനാൽ ശൂർപ്പണകയുടെ മൂക്കെ അറുത്താൻ. അതേ കണ്ട് കോപാവേശത്തുടൻ ഉമ്മെ എതിർത്ത് പോருக்கு വന്ന കരനെയും ദൂക്ഷണനെയും ത്രിശിരസനെയും 10,000க்கும் അധികமான മற்ற അസുരர்களையும் അന്തക്ഷണത്തിലേയെ കൊണ്ടുവിട്ടീർ. പ്രാപ്തായാ ശൂർപ്പണഖ്യാ മദനചലധൃതേരർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാമൃഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുധസമധികാൻ തൽക്ഷണാദക്ഷദോഷ്മാം. ശ്ലോകം 9. സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീജമായാ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധീർബാണഘാതം തന്മായാക്രന്ദ നിർയാപിതഭവദനുജാം രാവണസ്താമഹർഷീത് തേനാർത്തോഭിത്വമന്തഃ കിമപി മുദമധാസ്തദ്വധോപായലാഭാത്. സോദര്യ പ്രോക്ത വാർത്ത വിവശ ദശമുഖ ആദിഷ്ട മാരീച മായാ സാരംഗം സാരസാക്ഷ്യ സ്പൃഹിതം അനുഗതഃ പ്രാവധീഹി ബാണഘാതം തത് മായാ ആക്രന്ദ നിർയാപിത ഭവത് അനുജാം രാവണഃ താം അഹർഷീത് തേന ആർത്തഃ അഭി ത്വം അന്തഃ കിമപി മുദം അഥാഹ തത് വധ ഉപായ ലാഭാത്. സോദര്യാ പ്രോക്തവാർത്താ വിവശ ദശമുഖാദിഷ്ടമാരീച മായാസാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതം അനുഗതഃ ത്വം ബാണഘാതം പ്രാവതീഹി. സഹോദരി ശൂർപ്പണകை சொன்ன വൃത്താന്തത്തെ കേട്ട് കാമപരവശനാன രാവണൻ മാരീചനെ പാർത്ത് തൂണ്ടുതൽ പെടുത്തിനതിനാൽ മാരീചൻ ഒരു മായാമൃഗമാകി രാമാശ്രമത്തെ സഞ്ചരിപ്പதை பார்த்த சீதை தன்னுடைய விருப்பத்தை தெரிவித்தாள். நீர் அதை பின்தொடர்ந்து பானம் எய்து அதை கொன்று வீழ்த்தினேர். തത് മായാക്രാന്ത നിര്യാപിത ഭവധനുജാം. മാരീചനുடைய മായപ്പൊയ് കൂവലെ കേട്ട് സീதை തനക്ക് തുണയായിരുന്ന ലക്ഷ്മണനെ തുരത്തിവിടവേ താം രാവണഃ അഹർഷീത്. സീതയെ രാവണൻ അപഹരിത്താൻ. തേന ആർത്തഃ അഭി. അതേ தெரிந்து രാമൻ ദുഃഖമടൈந்தார். ആനാലും ത്വദ്വധോപായ ലാഭാത് തം അന്തഃ കിമപി മുദം അതാഹ. രാവണവധத்திற்கு உபாயம் கைவந்ததில் உள்மனதில் சந்தோஷித்தார். സഹോദരി ശൂർപ്പണകை കൂറിയ വാർത്തകളെ കേട്ട് രാവണൻ കോപത്താൽ പരവശനാനാൻ. അവനുடைய தூண்டுதனால் மாரீஜன் மாயாமானாக வந்தான். உலக ஐஸ்வர்ய சுந்தரியான சீதையின் விருப்பத்திற்காக அந்த மாயாமிருகத்தை தொடர்ந்து போய் முடிவில் அதை கொன்று வீழ்த்தினேர். மாரீஜனுடைய மாயை கூவுதலை கேட்டு சீதை தனக்கு துணையாகியிருந்த லக்ஷ்மணனை துரத்தி விடவே
ராவணன் அவளை அபகரித்து போய்விட்டான். நீர் மிகவும் துக்கமடைந்தீர். ராவணனை கொல்ல உபாயமான உதவி கிடைத்தது என்று மனதில் ஏதோ ஒரு விதமாக ஆறுதலை அடைய செய்தீர். உள்ளால் சந்தோஷமடைந்தீர் என்று சாரம். സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീജമായാ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധീർബാണഘാതം തന്മായാക്രന്ദ നിർയാപിതഭവദനുജാം രാവണസ്താമഹർഷീത് തേനാർത്തോഭിത്വമന്തഃ കിമപി മുദമഥാസ്തദ്വധോപായലാഭാത്. ശ്ലോകം 10. ഭൂയസ്തന്വീം വിചിന്വൻ നഹൃതദശമുഖസ്ത്വദ്വധൂമദ്വധേനേതി ഉക്ത്വാ യാദേ ജടായോ ദിവമഥ സുഹൃദപ്രാദനോ പ്രേതകാര്യം ഗൃഹ്ണാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും ഭൃശമുദിതമനാ പാഹി വാതാലയേശ. ഭൂയഃ തന്വീം വിചിന്വൻ അഹൃത ദശമുഖഃ ത്വത് വധൂം മദ് വധേന ഇതി ഉക്ത്വാ യാദേ ജടായൗ ദിവം അഥ സുഹൃദഃ പ്രാതനോഃ പ്രേതകാര്യം ഗൃഹ്ണാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാ തടേ ത്വം സംപ്രാപ്തഃ വാദസൂനും ഭൃശ മുദിതമനാഃ പാഹി വാതാലയേശ. ഭൂയഃ തന്വീൻ വിചിന്വൻ. തുടർന്ന് സീതയെ അന്വേഷിച്ചു പോകുമ്പോഴത് ദശമുഖഃ മദ്വദേന ത്വദ്വധൂം അഹൃത ഇതി ഉക്ത്വാ ജടായൗ ദിവം യാദേ. ராவணன் என்னை கொன்று உங்கள் மனைவியான சீதையை கவர்ந்து கொண்டு போனான் என்று சொல்லி ஜடாயு பிராணனை வெடிந்தார். அத துவம் சுஹൃதக பிரேதகாரியம் பிராதனோகோ. நீர் அந்த நண்பனுக்கு பிரேத சம்ஸ்காரத்தை செய்து அத கிருஹணானம் தம் கபந்தம் ஜகனிதா. அதற்கப்புறம் தன்னை பிடித்து திங்க வந்த கபந்தனை கொன்று விட்டேர். ശബരിയും പ്രേക്ഷ്യ. ഭക്തയാണ് ശബരിയെ പാർത്തേൾ. പമ്പാതടെ വാദസൂനും. പമ്പാതീരത്തിൽ വായുപുത്രനാன ഹനുമാനെ സംപ്രാപ്തഃ വൃഷമുദിതമനാഃ. ஹனுமானே சகாயத்திற்கு கிடைத்ததினால் ரொம்பவும் மகிழ்ச்சி அடைந்தீர். ஹே வாதாலயேச துவம் மாம் பாகி. அப்படி இருக்கிற ஸ்ரீ குருவாயூரப்பா என்னை காத்தருளும். பிறகு சீதையை தேடி நீ சென்று கொண்டிருக்கும்பொழுது ஜடாயு தன்னை வதைத்துவிட்டு ராவணன் உனது மனைவியை அபகரித்து சென்றதே கூறி இறந்து போகவே தன் நண்பனான அவருக்கு பிரேத கிரியை நீர் செய்தீர். பிறகு வழியில் உம்மை பிடித்த கபந்தனை கொன்றுவிட்டீர். பம்பா தீரத்தில் சபரியை போய் பார்த்த பின் ஹனுமானை சந்தித்து மிகவும் மகிழ்ந்தீர். அப்படிப்பட்ட குருவாயூரப்பா என்னை காத்தருளும். ഭൂയസ്തന്വീം വിചിന്വൻ നഹൃതദശമുഖസ്ത്വദ്വധൂമദ്വധേനേതി ഉക്ത്വാ യാദേ ജടായോ ദിവമഥ സുഹൃദപ്രാദനോ പ്രേതകാര്യം ഗൃഹ്ണാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും ഭൃശമുദിതമനാ പാഹി വാതാലയേശ.
ശ്രീമദ് ഭാഗവതം നവമസ്കന്ധത്തിൽ 11, 12 അத்தியாயங்களில் ராமாயண கதையை விவரித்திருக்கிறார். அதன் சுருக்கம்தான் இந்த தசகத்தில் ஸ்ரீ பட்டதரி சொல்லியிருப்பது. പാരായണം. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേ ശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ധ്രീഷ്വഭിതിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമധ ഭരതേനാപി ശത്രുഘ്നനാംനാ കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിദും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താദവാചാ മുനികഥിതമനുദ്വന്ദ്വശാന്താധ്വഖേദാ നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാत् താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം മാരീജം ദ്രാവയിത്വാ മഖശിരസി ശരൈരന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പഥിപദരജസാ പ്രാപ്യ വൈദേഹഗേഹം ഭിന്ദാനശ്ചാന്ദ്രചൂഡം ധനുരവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠധാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈः സദാരൈः ആരുന്ധാനേരുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാദേയാദോസ്യ യോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താദാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാധീശപുത്ര്യാ താദോക്ത്യാ യാതു കാമോ വനമനുജവധൂ സംയുതശ്ചാപധാരാ പൗരാനാരുധ്യമാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരീ നാവാസന്ദീര്യ ഗംഗാമധിപദവി പുനസ്തംഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോരതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാദം സ്വതാദം തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാഥ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയശ്ചാരുഭോശാരഭംഗീം നത്വാഗസ്ത്യം സമസ്താശരനികരസപത്രാകൃതിം താപസേഭ്യ പ്രത്യസ്രൗഷീ പ്രിയൈഷീ തദനു ച മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാഭിദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാദ്ഗോദാതടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാ പ്രാപ്തായാ ശൂർപ്പണഖ്യാ മദനചലധൃതേരർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാമൃഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുധസമധികാൻ തൽക്ഷണാദക്ഷദോഷ്മാം
സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീജമായാ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധീർബാണഘാതം തന്മായാക്രന്ദ നിർയാപിതഭവദനുജാം രാവണസ്താമഹർഷീത് തേനാർത്തോഭിത്വമന്തഃ കിമപി മുദമഥാസ്തദ്വധോപായലാഭാത് ഭൂയസ്തന്വീം വിചിന്വൻ നഹൃതദശമുഖസ്ത്വദ്വധൂമദ്വധേനേതി ഉക്ത്വാ യാദേ ജടായോ ദിവമഥ സുഹൃദപ്രാതനോ പ്രേതകാര്യം ഗൃഹ്ണാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും ഭൃശമുദിതമനാ പാഹി വാതാലയേശ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.